അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 19 51 ശ്ലോകം മുതൽ 60 ശ്ലോകം വരെ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗിരേ ശൃംഗേ ഗതസ്തത്ര ശുകോ യത്ര സ്ഥിതോ ഭവൽ ക്രന്ദമാനം തദാ ദീനം വ്യാസം മത്വാശ്രമാകുലം. സർവഭൂതഗതഃ സാക്ഷി പ്രതിശബ്ദമദാത്തദാ തത്രാദ്യാപി ഗിരേ ശൃംഗേ പ്രതിശബ്ദ സ്ഫുടോ ഭവേൽ. രുദന്തം തം സമാലക്ഷ്യ വ്യാസം ശോകസമന്വിതം പുത്ര പുത്രേതി ഭാഷന്തം വിരഹേണ പരിപ്ലുതം. ശിവസ്തത്ര സമാഗത്യ പാരാശര്യമബോധയൽ. വ്യാസ ശോകം മാ കുരുത്വം പുത്രസ്തേ യോഗവിത്തമാം. പരമാം ഗതിമാപന്നോ ദുർലഭാം ചാകൃതാത്മഭി. തസ്യ ശോകോ ന കർത്തവ്യസ്ത്വയാ ശോകം വിജാനത. കീർത്തിസ്തേ വിപുലാ ജാതാ തേന പുത്രേണ ചാനഘാ. വ്യാസ ഉവാച ന ശോകോ യാതി ദേവേശ കിം കരോമി ജഗത്പതേ. അതൃപ്തേ ലോചനേ മേദ്യ
പുനർദർശനലാലസേ. മഹാദേവ ഉവാച ഛായാം ദ്രക്ഷസി പുത്രസ്യ പാർശ്വസ്ഥാം സുമനോഹരാം താം വീക്ഷ്യ മുനിശാർദൂല ശോകം ജഹി പരന്തപ. സൂത ഉവാച തദാ ദദർശ വ്യാസസ്തു ഛായാം പുത്രസ്യ സുപ്രഭാം ദത്വാ വരം ഹരസ്തസ്മൈ തത്രൈവാന്തരധീയത. അന്തർഹിതേ മഹാദേവേ വ്യാസ സ്വാശ്രമമഭ്യഗാൽ ശുകസ്യ വിരഹേണാപി തപ്ത പരമദുഃഖിത. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ ഏകോനവിംശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം 19-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധം. അതിൽ 51 കൂടി ആരംഭിച്ച് 60 വരെയുള്ള ശ്ലോകങ്ങൾ, 10 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശൂകൻ ധ്യാനനിഷ്ഠനായി തപം ചെയ്ത ഗിരിശൃംഗേ ശുകതാതനെത്തി വിരഹത്താൽ പൊട്ടിക്കരഞ്ഞു. സർവഭൂത സാക്ഷിയാകും ശ്രീശുകനും ആ സമയം സർവജീവജാലങ്ങളിൽ ഇരുന്നും കൊണ്ട് ആ വിളിയെ കേട്ടുവല്ലോ. ആ ഗിരിശൃംഗത്തിലിന്നും ആയതിൻ്റെ പ്രതിധ്വനി മുഴങ്ങിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശോകാർത്തനായി വിലപിക്കും മകനെ എന്നു വിളിക്കും വിരഹത്താൽ ചഞ്ചലനാം വ്യാസനെ കണ്ട്. പരമശിവനും തത്ര എഴുന്നള്ളിയനന്തരം പാരാശര്യ ശോകം വേണ്ട താവകപുത്രൻ. ആത്മജ്ഞാനമില്ലാത്തോർക്കു ലഭിക്കാത്ത ജ്ഞാനത്തെയും ആർജിച്ചല്ലോ അങ്ങു വൃഥ കരഞ്ഞിടേണ്ട. ആ പുത്രനാൽ തന്നെ, ആ പുത്രനാൽ അങ്ങയുടെ കീർത്തിയേറെ വർദ്ധിച്ചല്ലോ. ആ പുത്രനെ ഓർത്തു ഭവാൻ കരഞ്ഞിടേണ്ട. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
വ്യാസൻ പറഞ്ഞു, മഹാദേവ മമ ശോകം വിട്ടുമാറുന്നില്ല നാഥ, മകനെ കണ്ടിട്ടു എൻ്റെ കൊതി തീർന്നില്ല. മമ നേത്രദ്വയങ്ങളോ ശ്രീശുകനെ കണ്ടിടുവാൻ വീണ്ടും വീണ്ടും കൊതിക്കുന്നു പരമേശ്വര. മഹാദേവൻ പറഞ്ഞു, പാർശ്വത്തിലായി ശ്രീശുകന്റെ ഛായയെ കാണുക ഭവാൻ. ഛായ കണ്ടു പുത്ര ദുഃഖം വെടിഞ്ഞിടുക. ശ്രീശുകന്റെ ദീപ്തിയേറും ഛായ കണ്ടു വ്യാസൻ താനും ശ്രീശങ്കരൻ വരമേകി മറഞ്ഞുവല്ലോ. മഹാദേവൻ 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 മറഞ്ഞപ്പോൾ ശുകവിരഹത്താൽ നീറി മഹാമുനി ആശ്രമത്തിലേക്കു മടങ്ങി. മഹാമുനി ആശ്രമത്തിലേക്കു മടങ്ങി. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്ര കാളീ ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 101-ാമത്തെ ദിവസം. 100-ാമത്തെ ദിവസത്തിൽ പ്രഭാഷണം തെറ്റായിട്ട് ആദ്യം കൊടുക്കുക എന്നുണ്ടായി. വളരെയധികം തിരക്ക് പിടിച്ച ഒരു ജീവിത യാത്രയിൽ പറ്റിയൊരു തെറ്റാണ് അത്. ഇന്ന് കാലത്ത് തിരുത്തിയിട്ടിരുന്നു. ഇന്നും കുറേ തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരമായിട്ട് ഈ രാത്രി സമയത്ത് ഇത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തജനങ്ങളുടെ ആ കർണപുടങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഇവിടെ ദേവീഭാഗവതം പ്രഥമസ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 51-ാമത്തെ ശ്ലോകം മുതൽ 60 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ച് സമർപ്പിക്കുന്നത്. അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു, ശ്രീശുക വ്യാസ സംവാദ രൂപത്തിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ അവസാനത്തെ ശ്ലോകങ്ങളാണ് ഈ 51 മുതൽ 60 കൂടിയുള്ള 10 ശ്ലോകങ്ങൾ. ശ്രീശുകൻ ധ്യാനനിഷ്ഠനായി കഴിഞ്ഞ ഗിരിശൃംഗത്തിലേക്ക് ചെന്ന് ആ വേദവ്യാസൻ ഉറക്കെ കരഞ്ഞു എന്നാണ്. മറ്റൊരു സൂര്യനെ പോലെ ദ്വിതീയ ഇവ ഭാസ്കര, ആകാശത്തിൽ ആ ശുകൻ ശോഭിച്ചപ്പോൾ വ്യാസസ്തു വിരഹാക്രാന്ത ക്രന്ദൻ പുത്രേതി ചാസകൃൽ, വിരഹദുഃഖം കൊണ്ട് മകനേന്നൊറക്കങ്ങനെ വിളിച്ചു കരഞ്ഞും കൊണ്ട്. ശുകൻ ഗിരേ ശൃംഗേ ഗതസ്തത്ര ശുകോയത്ര സ്ഥിതോ ഭവൽ,
ഏത് ഗിരിശൃംഗത്തിലാണോ ശുകൻ തപസ്സു ചെയ്തിരുന്നത്, ധ്യാനനിഷ്ഠനായിരുന്നത്, അവിടെ ക്രന്ദമാനം തദാദീനം വ്യാസം മത്വാശ്രമാകുലം, ഇവിടെ ആ ഉറക്കെ കരയുന്ന വേദവ്യാസരെ കണ്ടിട്ട് സർവഭൂതഗത സാക്ഷി പ്രതിശബ്ദമദാത്തത തത്രാദ്യാപി ഗിരേശൃംഗേ പ്രതിശബ്ദ സ്ഫുടോ ഭവേൽ. സർവജീവജാലങ്ങളുടെയും അന്തർയാമിയായിരിക്കുന്ന സാക്ഷിയായിരിക്കുന്ന ശുകൻ അഹം ബ്രഹ്മാസ്മി എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീശുകൻ ആ സകല ജീവജാലങ്ങളിലും ഇരുന്നു കൊണ്ട് ആ വിളി കേട്ടു എന്നാണ്. ആ ഗിരിശൃംഗത്തിൽ തത്രാദ്യാപി ഗിരേശൃംഗേ പ്രതിശബ്ദ സ്ഫുടോ ഭവേൽ. ഇന്നും ആ ഗിരിശൃംഗത്തിൽ ഈ ശബ്ദത്തിൻ്റെ പുത്രായ എന്ന് വിളിക്കുന്ന ആ ശബ്ദത്തിൻ്റെ മാറ്റൊലി വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും എന്ന് പറയുന്നു. യംപ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ സൂതൻ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ അതേപോലെ ഉറക്കെ കരഞ്ഞു. ആ ശബ്ദം, ആ പുത്ര എന്നുള്ള വിളി, അത് ഇന്നും മാറ്റൊലി കൊള്ളുന്നു എന്നാണ്. രുദന്തം തം സമാലക്ഷ്യ വ്യാസം ശോക സമന്വിതം പുത്രപുത്രേതി ഭാഷന്തം വിരഹേണ പരിപ്ലുതം. ശോകാർത്തനായി കരയുന്ന പുത്രപുത്രേതി, മകനേ മകനേ എന്ന് വിളിച്ച് കരയുന്ന, വിരഹം കൊണ്ട് അത്യധികം ചഞ്ചലമായ മനസ്സോടു കൂടിയിട്ടുള്ള ആ വ്യാസനെ കണ്ടിട്ട് അവിടേക്ക് ആര് വന്നു? ഹരഹര നമ പാർവതീപതയേ ഹരഹര മഹാദേവ ശിവം ശിവകരം ശാന്തം. അല്ലേ, സാക്ഷാൽ മഹാദേവൻ വന്നു. ശിവസ്തത്ര സമാഗത്യ പാരാശര്യമബോധയൽ. പാരാശര്യൻ, പരാശരന്റെ പുത്രനായ വേദവ്യാസൻ, ആ വേദവ്യാസന്റെ അടുത്തേക്ക് വന്നിട്ട് സമാഗത്യ അബോധയൽ, അദ്ദേഹത്തെ വേണ്ട പോലെ ഉദ്ബോധിപ്പിച്ചു, വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. വ്യാസ ശോകം മാ കുരു ത്വം പുത്രസ്തേ യോഗവിത്തമ. ഹേ വ്യാസ, അങ്ങ് ദുഃഖിക്കരുത്, അങ്ങ് വിഷമിക്കരുത്. യോഗിശ്രേഷ്ഠനായ അങ്ങയുടെ മകൻ അതിദുർലഭമായിരിക്കുന്ന, ആത്മജ്ഞാനമില്ലാത്തവർക്ക് ലഭിക്കാൻ പ്രയാസമുള്ള ആ പരമാത്മാഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പരമാം ഗതിമാപന്നോ ദുർലഭാം ചാകൃതാത്മഭി തസ്യ ശോകോന കർത്തവ്യസ്ത്വയാ ശോകം വിജാനത. അപ്പൊ ശോകത്തെക്കുറിച്ച് ബോധവാനായ അങ്ങ് സത്യത്തിൽ ഈ മകനെക്കുറിച്ച് ആലോചിച്ച് കരയാൻ പാടില്ല. കീർത്തിസ്തേ വിപുലാജാത തേന പുത്രേണ ചാനഘ. ഹേ അനഘ, പാപമില്ലാത്തവനെ, പുണ്യസ്വരൂപനായിരിക്കുന്ന വേദവ്യാസ, ആ പുത്രൻ വഴി അങ്ങയുടെ കീർത്തിയും വർദ്ധിച്ചിരിക്കുകയാണ്. അല്ലേ, മക്കൾ നന്നായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും കീർത്തി വർദ്ധിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദവ്യാസം പറഞ്ഞു, ന ശോകോ യാതി ദേവേശ കിം കരോമി ജഗത്പതേ. ന ശോകോ യാതി, ഹേ ദേവേശ, ദേവദേവനായിരിക്കുന്ന മഹാദേവ, ഈ ശോകം എന്നെ വിട്ടുമാറുന്നില്ല. കിം കരോമി, ഞാൻ എന്താണ്, ഹേ ലോകനാഥ ജഗത്പതേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതൃപ്തേ ലോചനേ മേദ്യ പുനർദർശന ലാലസേ. എൻ്റെ മകനെ കണ്ടിട്ട് എനിക്ക് മതിയാവണില്ല, എൻ്റെ കണ്ണുകളുടെ കൊതി മാറുന്നില്ല, തൃപ്തി വരുന്നില്ല. വീണ്ടും വീണ്ടും പുനർദർശന ലാലസേ, വീണ്ടും വീണ്ടും കാണാനായിട്ട് എൻ്റെ കണ്ണുകൾ കൊതിക്കുകയാണ്. മഹാദേവൻ പറഞ്ഞു, ദാ നോക്കൂ, ഛായാം ദ്രക്ഷസി പുത്രസ്യ പാർശ്വസ്ഥാം സുമനോഹരാം. അങ്ങയുടെ പാർശ്വഭാഗത്ത് ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഛായാശുകനെ കാണൂ, ഈ നിഴലാകുന്ന ശുകനെ കാണൂ. അത് കണ്ടിട്ട് അങ്ങ് ഹേ മുനിശ്രേഷ്ഠ, മുനി ശാർദൂല എന്നാണ്. ശാർദൂല ശബ്ദത്തിന് പുലി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശോകം ജഹി പരന്തപ, ആ പുത്ര ദുഃഖത്തെ അങ്ങ് വെടിയൂ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. സൂതം പറയുകയാണ്, അങ്ങനെ ആ മഹാദേവന്റെ വാക്ക് കേട്ടു. സൂത ഉവാച തഥാ ദദർശവ്യാസസ്തു ഛായാം പുത്രസ്യ സുപ്രഭാം. പുത്രന്റെ സുപ്രഭയോടുകൂടിയ ദീപ്തിമത്തായിരിക്കുന്ന തിളങ്ങുന്ന ആ ഛായാശുകനെ അവിടെ കാണുകയാണ് വ്യാസൻ. മഹാദേവനോ ദത്വാവരം ഹരസ്തസ്മൈ തത്രൈവാന്തരധീയത. മഹാദേവൻ തൻ്റെ മുമ്പിലുള്ള ആ പരാശരപുത്രനായിരിക്കുന്ന പാരാശര്യനായിരിക്കുന്ന
ശുക താതനായിരിക്കുന്ന തപോനിധിയായിരിക്കുന്ന വേദവ്യാസനെ വരം കൊടുത്ത് അനുഗ്രഹിച്ചു. അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ആര്? മഹാദേവൻ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി. അന്തർഹിതേ മഹാദേവേ വ്യാസ സ്വാശ്രമമഭ്യഗാൽ ശുകസ്യ വിരഹേണാപി തപ്ത പരമദുഃഖിത. അന്തർഹിതേ മഹാദേവേ, മഹാദേവൻ അന്തർധാനം ചെയ്തപ്പോൾ വ്യാസൻ എന്ത് ചെയ്തു? സ്വാശ്രമം അഭ്യഗാൽ, തൻ്റെ ആശ്രമത്തിലേക്ക്, സരസ്വതി നദിയുടെ പശ്ചിമതീരത്തുള്ള ശമ്യാപ്രാസം എന്നുള്ള സ്ഥലത്തെ ആശ്രമത്തിലേക്ക് വേദവ്യാസൻ തിരിച്ചെത്തി. ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ശുകവിരഹം കൊണ്ട് അദ്ദേഹം നീറിക്കൊണ്ടിരുന്നു അപ്പോഴും എന്നാണ്. ഇങ്ങനെയൊക്കെ മഹാദേവനെ ഉപദേശിച്ചു, ആ ഉപദേശമൊക്കെ സ്വീകരിച്ചു. എങ്കിലും അത് വേണ്ട പോലെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആ നിറയുന്ന കണ്ണീരോടുകൂടി, വിതുമ്പുന്ന മനസ്സോടുകൂടി, ഹൃദയത്തോടു കൂടിയിട്ടാണ് വേദവ്യാസൻ തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് പോയത് എന്ന് പറയുന്ന 60-ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 20-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കണം. 20-ാമത്തെ അധ്യായത്തിൽ 74 ശ്ലോകങ്ങളാണുള്ളത്. അതോടുകൂടി പ്രഥമസ്കന്ധം പൂർത്തിയാവും. പിന്നീട് ദ്വിതീയ സ്കന്ധത്തിലേക്ക് അവിടെ കടക്കുകയാണ്. അപ്പം നാളെ ശുകൻ എന്തൊക്കെയാണ് ചെയ്തത്, വ്യാസൻ എന്തൊക്കെയാണ് ചെയ്തത്, ഇതൊക്കെ പറഞ്ഞു തരണേ എന്ന് ശൗനകാദി ഋഷീശ്വരന്മാർ ആവശ്യപ്പെടുമ്പോൾ, ചോദിക്കുമ്പോൾ സൂതപൗരാണികൻ നൽകുന്ന മറുപടിയൊക്കെയാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇപ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. എല്ലാവരിലും ഭക്തി നിറയട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.